മഴവില്ലിന്റെ വാഗ്ദാനം. കൊച്ചി നഗരത്തിലെ ഒരു ചെറിയ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് അവരുടെ കഥ ആരംഭിച്ചത്. അതൊരു സാധാരണമായ മഴക്കാല വൈകുന്നേരമായിരുന്നു. ആകാശം നിറഞ്ഞ മേഘങ്ങൾ, മണ്ണിന്റെ മണം, ചെറുതായി പെയ്യുന്ന മഴ. അവിടെ നിൽക്കുകയായിരുന്നു അനന്തു. കൈയിലൊരു പഴയ പുസ്തകം, കണ്ണുകളിൽ ഒരു സ്വപ്നം. അപ്പോൾ തന്നെയാണ് അവൾ എത്തിയത്, മീര. വെള്ള നിറത്തിലുള്ള ചുരിദാറിൽ മഴത്തുള്ളികൾ മുടിയിൽ തഴുകിയപടി. അവൾക്കൊരു കുടയുമില്ല. മഴയിൽ നനയുന്നത് അവൾക്കിഷ്ടമാണെന്ന പോലെ അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. മഴ ശക്തമായി. അനന്തു തന്റെ കുട നീട്ടി പറഞ്ഞു, "നിങ്ങൾക്കു വേണ്ടിയാണെങ്കിൽ ഷെയർ ചെയ്യാമോ?" മീര ഒന്ന് നോക്കി, ചെറുചിരിയോടെ പറഞ്ഞു, "മഴയിൽ നനയുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ കൂടെ നനയാൻ ആരെങ്കിലുമുണ്ടെങ്കിൽ അതും നന്നായിരിക്കും." ആ വാക്കുകൾ അനന്തുവിന്റെ മനസ്സിൽ എന്തോ മാറ്റി. അവരുടെ യാത്ര ഒരേ ബസ്സിനായിരുന്നു. ഓരോ ദിവസവും അതേ സമയം അതേ സ്റ്റോപ്പിൽ. ആദ്യം ചെറിയ ചോദ്യങ്ങൾ, എവിടേക്കാണ് പോകുന്നത്? പിന്നീട് വലിയ സംഭാഷണങ്ങൾ, സ്വപ്നങ്ങൾ, പേടികൾ, ബാല്യകാല കഥകൾ. അവൾക്കൊരു സ്കൂൾ ടീച്ചറായിരുന്നു. അനന്തു ഒരു എഴുത്തുകാരനാകാൻ സ്വപ്നം കണ്ടവൻ. അവൾക്ക് കഥകൾ ഇഷ്ടം. അവൻ എഴുതുന്ന കഥകൾ ആദ്യം വായിക്കുന്നതും അവളായിരുന്നു. ഒരു ദിവസം മീര ബസ് സ്റ്റോപ്പിൽ വന്നില്ല. ഒരു ദിവസം, 2 ദിവസം, ഒരാഴ്ച. അനന്തുവിന്റെ ഹൃദയം ആശങ്കയിൽ നിറഞ്ഞു. അവളുടെ സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവളുടെ അച്ഛൻ അസുഖം ബാധിച്ച് നാട്ടിലേക്ക് പോയെന്ന്. മാസങ്ങൾ കടന്നു. മഴക്കാലം അവസാനിച്ചു. ഒരു വൈകുന്നേരം അനന്തു പഴയ ബസ് സ്റ്റോപ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം, "കുട ഷെയർ ചെയ്യാമോ?" അവൻ തിരിഞ്ഞു നോക്കി. മീര. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ. അച്ഛൻ ഇനിയില്ല. പക്ഷേ അവൻ പറഞ്ഞിരുന്നു, "നിന്റെ ചിരി നഷ്ടപ്പെടരുത്" എന്ന്. അനന്തു ഒന്നും പറഞ്ഞില്ല. അവൻ അവളുടെ കൈ പിടിച്ചു. "നിന്റെ ചിരി ഞാൻ കാത്തുസൂക്ഷിക്കും." മഴ വീണ്ടും പെയ്തു. ഇപ്രാവശ്യം അവർ രണ്ടുപേരും കുടയില്ലാതെ നിൽക്കുകയായിരുന്നു. കാലം കടന്നു. അനന്തുവിന്റെ ആദ്യ നോവൽ പുറത്തിറങ്ങി. അതിന്റെ ആദ്യ പേജിൽ അവൻ എഴുതിയിരുന്നത്, "മഴയിൽ കൂടെ നിൽക്കാൻ തയ്യാറായ ഒരാൾക്കായി." ആ ദിവസം പുസ്തകപ്രകാശന വേദിയിൽ എല്ലാവരുടെയും മുമ്പിൽ അവൻ മീരയോട് ചോദിച്ചു, "ഇനി ജീവിതം മുഴുവൻ എന്റെ കഥയിൽ കൂടെ നിൽക്കാമോ?" മീരയുടെ മറുപടി ഒരു ചിരിയായിരുന്നു. മഴവില്ല് ആകാശത്ത് തെളിഞ്ഞിരുന്നു. ചില പ്രണയങ്ങൾ വലിയ വാഗ്ദാനങ്ങളിലൂടെയല്ല, ഒരു കുട പങ്കുവച്ചതിലൂടെ ആരംഭിക്കുന്നു. ഹാർട്ട്. നീലാകാശത്തിന്റെ കീഴിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ തിരക്കിനിടയിൽ ആദ്യം കണ്ടത് അവളെയായിരുന്നു. അർജുൻ, ഒരു സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സാധാരണ യുവാവ്. കയ്യിൽ പുസ്തകങ്ങൾ, മനസ്സിൽ സ്വപ്നങ്ങൾ. ആ ദിവസം അവൻ സ്വന്തം ജീവിതം മാറ്റുന്ന ഒരാളെ കാണുമെന്ന് അവൻ അറിയില്ലായിരുന്നു. ട്രെയിൻ വൈകിയിരുന്നു. പ്ലാറ്റ്ഫോമിൽ ഒരു പെൺകുട്ടി പച്ച സാരിയിൽ, കാറ്റിൽ പറക്കുന്ന മുടിയുമായി പഴയൊരു പാട്ട് ഹം ചെയ്യുകയായിരുന്നു. അവളുടെ പേര് നിത്യ. അവളുടെ കയ്യിൽ ഒരു ഡയറി. അതിൽ അവൾ എന്തോ വരച്ചുകൊണ്ടിരുന്നു. അർജുൻ ഒന്ന് നോക്കി ചോദിച്ചു, "നിങ്ങൾ ആർട്ടിസ്റ്റാണോ?" അവൾ തലയുയർത്തി ചിരിച്ചു, "അല്ല, ഞാൻ ഓർമ്മകൾ വരയ്ക്കുന്നവളാണ്." ആ മറുപടി അവനെ ആകർഷിച്ചു. ട്രെയിൻ എത്തി. അവർ ഒരേ കോച്ചിൽ. ജനലരികിലിരുന്ന് മഴത്തുള്ളികൾ നോക്കിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. നിത്യ ഒരു ആർക്കിടെക്ട്. അവൾക്ക് പഴയ വീടുകളിഷ്ടം. അർജുൻക്ക് പഴയ കഥകൾ. "നമ്മൾ രണ്ടുപേരും പഴയവയെ സ്നേഹിക്കുന്നവരാണ്," നിത്യ പറഞ്ഞു. അവരുടെ സൗഹൃദം പതിയെ പ്രണയമായി മാറി. ഓരോ വാരാന്ത്യവും അവർ കോവലം ബീച്ചിൽ കൂടിക്കാഴ്ച നടത്തും. സന്ധ്യാസമയത്ത് കടലിന്റെ മുന്നിലിരുന്ന് സ്വപ്നങ്ങൾ പങ്കിടും. ഒരു ദിവസം നിത്യ പറഞ്ഞു, "എനിക്ക് ദുബായിലൊരു ജോലി ഓഫർ കിട്ടി." അർജുനന്റെ ഹൃദയം നിമിഷം നിശ്ചലമായി. "പോകണമോ?" അവൻ ചോദിച്ചു. "എന്റെ സ്വപ്നമാണ്. പക്ഷെ നിന്നെ വിട്ടു പോകുന്നത് പേടിയാണോ?" അർജുൻ നിശബ്ദമായി കടലിലേക്ക് നോക്കി. പ്രണയം ഒരാളെ പിടിച്ചു നിർത്താനുള്ളതല്ല, അവൻ പറക്കാൻ സഹായിക്കുന്നതാണോ? മാസങ്ങൾ കടന്നു. ദൂരങ്ങൾ വളർന്നു. പക്ഷെ ഓരോ രാത്രിയും വീഡിയോ കോൾ, ഓരോ രാവിലെയും ഒരു മെസ്സേജ്. അർജുൻ പരീക്ഷ പാസായി. അവനൊരു IAS ഓഫീസറായി നിയമിതനായി. ആ ദിവസം അവൻ നിത്യയ്ക്കൊരു മെസ്സേജ് അയച്ചു, "നമ്മൾ സ്വപ്നങ്ങൾ വിട്ടുകൊടുത്തില്ല." ഒരു വർഷത്തിനുശേഷം പത്മനാഭസ്വാമി ടെമ്പിളിന്റെ മുന്നിൽ അവർ വീണ്ടും കണ്ടുമുട്ടി. നിത്യ തിരിച്ചു വന്നിരുന്നു. "എന്റെ സ്വപ്നങ്ങൾ ഞാൻ നേടിയെടുത്തു. പക്ഷെ എന്റെ വീടിവിടെ തന്നെയാണെന്ന് മനസ്സിലായി," അവൾ പറഞ്ഞു. അർജുൻ അവളുടെ കൈ പിടിച്ചു. "നീലാകാശം എവിടെയായാലും നമ്മൾ ഒന്നിച്ചു നോക്കുമ്പോൾ മാത്രമേ അതിനർത്ഥമുണ്ടാകൂ." ആകാശത്ത് സന്ധ്യാമേഘങ്ങൾ നിറഞ്ഞു. കടൽക്കാറ്റ് മൃദുവായി വീശി. ചില പ്രണയങ്ങൾ ദൂരങ്ങളിൽ പരീക്ഷിക്കപ്പെടും. പക്ഷേ സത്യമായ പ്രണയം എപ്പോഴും തിരിച്ചുവരും.